ഒരു വില്ല പ്രൊജക്ട് ചെയ്യാനായിട്ട് ലാൻഡ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോൾ ഒരു വീട് വെക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതും ഇൻഡിവിജ്വൽ വീടായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വില്ല പ്രൊജക്ടിന് വേണ്ടി നമ്മൾ ലാൻഡ് ചൂസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ലാൻഡാണ് ശരിക്കും അതിനകത്ത് പ്രൈമറി. ഈസ്റ്റിലോട്ടും നോർത്തിലോട്ടും ചരിഞ്ഞ ഭൂമിയാണ് ഏറ്റവും നല്ലതായിട്ട് പറയാം. നല്ലതെന്നാണ്, ചരിവുള്ള ഭൂമി നല്ലതാണ് വാസ്തു പറയുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ലാൻഡ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നോക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ടേബിൾ ടോപ്പ് ലാൻഡ് ആവാണ്ടിരിക്കുക. ചുറ്റും ഉള്ളതിൽ വെച്ച് ഏറ്റവും താഴ്ന്ന ഭൂമി നമ്മുടെ ആവരുത്. ഇൻഡിവിജ്വൽ ലാൻഡ് ആയിക്കോട്ടെ വില്ല പ്രൊജക്ട് ആയിക്കോട്ടെ, വെള്ളം പിന്നെ എങ്ങോട്ട് ഒഴുകി പോകുന്നൊരു ക്വസ്റ്റൻ ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ സോയിൽ സ്ട്രെങ്ത്, ഒത്തിരി സോയിൽ ലൂസ് ആണെങ്കിൽ കോസ്റ്റ് വൈസ് വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോഴത്തെ മഴ സാഹചര്യങ്ങളിൽ വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം, പിന്നെ അതുപോലെ വെൽ വാട്ടർ, കിണർ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളാണെങ്കിൽ വളരെ നല്ലതാണ്. അതൊക്കെ നമ്മുടെ ഒരു സ്വപ്നമല്ലേ, ഒരു കിണർ വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വീട് വെക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും പരിസരം നന്നാവണം എന്നുള്ള കാര്യങ്ങളൊക്കെ, ചുറ്റുപാടുകൾ നന്നാവണം. പിന്നെ അതിനൊപ്പം തന്നെ ഈ ഡ്രെയിനേജ് എന്ന് പറഞ്ഞ സംഭവം. ഒരു ലാൻഡ് വെറുതെ കിടക്കുക, ഡെവലപ്മെന്റ് ഒന്നുമില്ല, വെറുതെ കിടക്കുക, 2 ഏക്കറോ 3 ഏക്കറോ എത്ര ആയിക്കോട്ടെ, ആ ലാൻഡിനെ സംബന്ധിച്ച് മൊത്തം പെയ്യുന്ന മഴയുടെ ഒരു 70% വെള്ളം ചിലപ്പോൾ അവിടെ താന്നേക്കാം. 30% ആയിരിക്കാം പുറത്തേക്ക് പോകുന്നത് ലാൻഡിൽ ഒന്നും ചെയ്യാതെ കിടക്കുമ്പോൾ. പക്ഷെ ലാൻഡ് ഡെവലപ്മെന്റ് വന്ന് ഒരു കംപ്ലീറ്റ് വില്ലയോ എന്തെങ്കിലും പ്രൊജക്ട് വന്നു കഴിയുമ്പോൾ സിനാരിയോ നേരെ തിരിച്ചാണ്. 30% അവിടെ താഴെയുള്ളൂ, ഇന്റർലോക്കും റോഡും കാര്യങ്ങളൊക്കെ. 70% വെള്ളം പുറത്തു പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് വെള്ളം എവിടേക്ക് ഒഴുകാം, അതിനെ ആർക്കും തടയാൻ പറ്റില്ല. പക്ഷെ ഇത്രയും വെള്ളം നമ്മൾ കളക്ട് ചെയ്ത് തൊട്ടടുത്തുള്ള ലാൻഡിലേക്ക് നമുക്കിത് പാസ് ചെയ്യാൻ പറ്റില്ല. കംപ്ലൈന്റ് ഫ്രീ ആയ ഒരു സോഴ്സിലേക്ക് ഈ വെള്ളം എങ്ങനെ പോകും എന്നൊരു തോട്ട് നമുക്ക് വേണം. ഇതിനൊപ്പം തന്നെ ലാൻഡ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.